ആദ്യം നമുക്ക് ബീഫ് നന്നായിട്ട് വേവിക്കണം. അതിന് വേണ്ടി ബീഫ് കഴുകി വൃത്തിയാക്കി എടുക്കുക. മസാലയ്ക്കായിട്ട് മീറ്റ് മസാലയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും. ഗരം മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഞാൻ ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ഡ്രൈ ലീഫ്. ഇതെല്ലാം കൂടെ കുക്കറിനകത്ത് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. അതിനുശേഷം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, കുറച്ച് 2 സവോള, പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. ഉള്ളി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒരു പകുതി തക്കാളിയൊക്കെ മതിയാവും കേട്ടോ. എല്ലാം നല്ല ബ്രൗൺ കളറിൽ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കി മസാല ഇടാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ആ വെന്ത് വന്നിരിക്കുന്ന ബീഫും കൂടെ ഇതിനകത്ത് ഇടുക. എന്നിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില ഇടുക. നല്ല ബീഫ് ചൂടോടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാം. റെഡിയാണോ?